Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് നെക്കിൻ്റെ പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ അതുപോലെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ പാറ്റേൺസ്. അപ്പോൾ ഇനിയും സിമ്പിളായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയലൊന്നും അല്ല എടുക്കുന്നത്, നെക്ക് മാത്രം കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ അന്നും പേപ്പറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നെക്ക് പാറ്റേൺസ് ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ മെറ്റീരിയൽ ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പേപ്പറാണ്, നിങ്ങൾ മെറ്റീരിയൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആദ്യം ഞാൻ നെക്കിൻ്റെ വിട്ടാണ് ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എടുത്തേക്കുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ചസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 6.5 ഇഞ്ചസോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഒരു ചെറിയ മെഷർമെൻറ്റും കൂടെ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് അളന്ന് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാൻ അളവുകളെല്ലാം ഇവിടെ മാർക്കർ വെച്ച് എഴുതുന്നുണ്ട്. എന്നിട്ട് ഇതാ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഈ ഒരു കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കണ്ടോ, 2 ഇഞ്ചാണ് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റും, അത് പെർഫെക്റ്റ് ആകുമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഫ്രഞ്ച് കർവിന് അധികം എമൗണ്ട് ഒന്നും ആകുമൊന്നുമില്ല. ഷോപ്പിൽ കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം പ്രൊഡക്റ്റ് ഒരു 143 രൂപയ്ക്ക് എന്തായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. നല്ല വൃത്തിയായിട്ടുള്ളൊരു കിറ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ആ 2 എൻഡിലും കണക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആ ലൈനൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ. നമുക്ക് ലൈനിൻ്റെ പുറത്തല്ല, നമ്മൾ ആ കർവിൻ്റെ പുറത്താണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. ഇതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പേപ്പർ എടുത്തിട്ട് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫോൾഡഡ് പോർഷനിലാണ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് എത്രയാണ് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് അതിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ താഴത്തേക്ക് വരച്ചു കൊടുക്കുക. ഇതൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഇവിടെ ഞാൻ 6 ഇഞ്ചസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഇറക്കം എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആയിട്ടൊരു 2.5 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അളവുകൾ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാനിവിടെ ടേപ്പ് യൂസ് ചെയ്യുന്നില്ല. പകരം ഞാൻ അളവുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ രണ്ടാമതെയും അതിനുള്ളിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മളിനി രണ്ടാമത് വരച്ചിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ലൈനിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വെട്ടുന്നത് ശ്രദ്ധിച്ച് തന്നെ നോക്കുക. നമ്മൾ മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് താഴ്ഭാഗത്ത് വിട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു സ്ക്വയർ നെക്കാണ്. നമുക്ക് സ്ക്വയർ നെക്കിന് ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ ലൈനിലൂടെയാണ് നിങ്ങൾ വെട്ടുന്നതെന്നുണ്ടെങ്കിൽ നെക്ക് ഒരുപാട് അങ്ങോട്ട് വിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിന് വേറെ ഫ്രഞ്ച് കർവും കാര്യങ്ങളും ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്കെയിൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നോക്കാവേ. അടുത്തതും വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാനിവിടെ നെക്കിൻ്റെ ഡെപ്ത്ത് എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഡെപ്ത്തും വിഡ്ത്തും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഫോർമുലാസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആയിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഫ്രഞ്ച് കർവിൻ്റെ ഒരു പോയിൻ്റ് ഈ 2 ഇഞ്ചിലാണ് മുട്ടേണ്ടത്. മറ്റേത് ആ ഒരു ലൈനിലും മുട്ടുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ കർവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ താഴെ ആയിട്ട് ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ള പോർഷനുമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കർവ്ഡ് പോർഷനിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്യുക. കാരണം നെക്ക് സെൻറ്റർ പോർഷനിലാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ. ആ നെക്കിൻ്റെ പോർഷൻ നിങ്ങൾ കട്ട് ചെയ്യുന്നത് തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് യാതൊരു ഉപകാരവും
ഉണ്ടാകുന്നതല്ല, അത് ഫുള്ള് വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു വഞ്ചി പോലത്തെ ഒരു ഷേപ്പാണ് താഴെ വരുന്നത്, മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ മെറ്റീരിയൽ എടുക്കുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക, നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എല്ലാത്തിനും സെയിം ആണ്, പക്ഷേ അളവുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ നെക്കിനും നമുക്ക് ഒരേ ഡെപ്ത്ത് ആവശ്യം വരത്തില്ല, ചിലതിന് നമുക്ക് ചെറിയ ഡെപ്ത്ത് ആയിരിക്കും ഭംഗി വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്, മുകളിലായിട്ട് 3 ഇഞ്ചും എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചാണ് നമുക്കിവിടെ ഡെപ്ത്ത് വേണ്ടി വരുന്നത് കേട്ടോ. വിഡ്ത്ത് 2.5ഉം 3യുമാണ് വരുന്നത്. എന്നിട്ട് നമ്മളിതാ ഫ്രഞ്ച് കർവ് എടുക്കുക, അതിൻ്റെ ഈ ഒരു വശമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്തത് ആ കർവ് ശരിക്കും ഒരു റൗണ്ട് പോലെ കർവിൽ വരുന്ന ആ ഒരു പോർഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗമാണ് ഫ്രഞ്ച് കർവിൻ്റെ വേണ്ടത്. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താണ് താമരയുടെയൊക്കെ ഇതൾ പോലെ തോന്നും എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള നെക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു താമരയുടെയൊക്കെ ഇതൾ പോലെ ഫുള്ളായിട്ടില്ല എങ്കിലും ആ ഒരു ഷേപ്പൊക്കെ വരുന്നിട്ടില്ലേ. അപ്പോൾ അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, അടുത്ത പാറ്റേൺ നോക്കാവേ. എല്ലാ പാറ്റേണും നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രായമായവർക്കും തുടക്കക്കാർക്കും ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലും ഈ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് സായ ഡിസൈൻസ് എന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 2.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു, 6.5 ഇഞ്ച് അതിൻ്റെ ഡെപ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യുന്നില്ല, ഒരു വീനക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പുറമെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് നെക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് അങ്ങോട്ട് വിരിവില്ലാത്തൊരു വീനക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. ഞാൻ വേഗം പോകുന്നത് എല്ലാം സിമ്പിൾ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. എല്ലാം അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് ഡൗട്ട് വരാനായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം വരയ്ക്കുന്നത് വിഡ്ത്താണ് കേട്ടോ. വിഡ്ത്ത് 3 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡെപ്ത്ത് വരയ്ക്കാം. ഡെപ്ത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക്, അതായത് ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ച് പുറത്തേക്ക്, അതായത് നെക്കിൻ്റെ പുറത്തേക്ക് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈനാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ടുള്ളൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടൊരു ലൈനാണ് വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ആ കർവ്ഡ് പോർഷൻ ഇതേപോലെ ആ ഒരു 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് എടുത്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിലും നമ്മളുടെ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്കും ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നെക്ക് കിട്ടുന്നത്. കണ്ടോ, നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വെട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു കർവിലൂടെ തന്നെ വെട്ടണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെട്ടി കൊടുക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നെക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണൊരു ഷേപ്പ് വരുന്നത്. നമ്മളിതിലൊക്കെ ഒരു നേരത്തെ ചെയ്തതിനേക്കാളും ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് നെക്കാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാവേ. അപ്പോൾ മെറ്റീരിയൽ എടുക്കുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വിഡ്ത്തും ഡെപ്ത്തും ഒക്കെ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഡെപ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. വിഡ്ത്ത് മുകളിലായിട്ട് 2.5 ഇഞ്ചും താഴെയായിട്ട് 3.5 ഇഞ്ചുമാണ്. പിന്നെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കോർണറിലായിട്ട് 1 ഇഞ്ചാണ് നമ്മൾ അതിന് എടുത്തിട്ടുള്ളത്.
എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കർവ് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ആ കർവ് എന്ന് പറയുന്നത് ഈ നമ്മൾ വരച്ച 1 ഇഞ്ചിൽ മുട്ടുന്നതായിരിക്കണം ഫ്രഞ്ച് കർവ്. അതേപോലെ തന്നെ 3.5ൻ്റെ ലൈനിൽ മുട്ടണം. അതേപോലെ തന്നെ ഈ 7 ഇഞ്ചിൻ്റെ ലൈനിലും മുട്ടണം. അപ്പോൾ നമ്മൾ അത് മുട്ടിച്ച് വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് കർവ് വരയ്ക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ വരെയാണ് ആ ഒരു കർവ് വരുന്നത്. ബാലൻസ് നമ്മൾ ആ ഒരു ലൈൻ അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. താഴെ മാത്രമാണ് ആ ഒരു കർവ്ഡ് പോർഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു മോഡൽ തന്നെ ഒരു 3 എണ്ണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. ഈ നെക്ക് പാറ്റേൺസിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ബാക്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം ഫ്രണ്ടിലത്തേത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. ചിലതൊക്കെ നിങ്ങൾക്ക് ബാക്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത നെക്ക് പാറ്റേണിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്തുമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഈ ലൈൻ എന്ന് പറയുന്നത് ഡെപ്താണ്. ഇതിൽ ഡെപ്ത് എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചും അതേപോലെ തന്നെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചുമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ച് 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ കർവ് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ തന്നെ ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷേ ഇത് വെട്ടി വരുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സിമ്പിളായിട്ടൊരു കർവാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വരച്ചതും ഇതേപോലെ തന്നെ ആയിരുന്നു, പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും താഴത്തെ ആ ഒരു കർവിൻ്റെ വ്യത്യാസം. നമ്മളൊരു ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ വ്യത്യാസം എന്നുള്ളത് നല്ല രീതിയിലൊരു വ്യത്യാസമായിട്ട് നമ്മൾ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പാറ്റേണും കൂടെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും റിക്വസ്റ്റ് വന്നുകൊണ്ടിരുന്നത് തയ്യൽ കൂലിയുടെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ 2025 ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഏരിയയിൽ ചെയ്തിട്ടില്ല കേട്ടോ, അത് നമ്മൾ ചെയ്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നെക്കിൻ്റെ ഡെപ്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കറക്റ്റ് മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ നിന്ന് ഇതേപോലെ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക്, നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രഞ്ച് കർവ് എടുക്കുക. എന്നിട്ട് ഈ ഒരു വരച്ച ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നിന്നും ഈ ഒരു സെൻറ്ററിലേക്ക് ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. കണ്ടോ. ഇനി അത് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് ബാലൻസ് ആയിട്ടുള്ള ആ ഒരു എൻഡിലേക്ക് ഇതേപോലെ കർവ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ കർവാണ് ഇനി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ലൈനിൻ്റെ പുറത്തുകൂടെയൊന്നും അറിയാതെ വെട്ടരുത്. ഈ ഒരു കർവാണ് നമ്മൾ വെട്ടിയിട്ട് ആ ഒരു പാറ്റേണാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കാണുന്നില്ലെങ്കിലോ അങ്ങനെ അതുപോലെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് മനസ്സിലാകുള്ളൂ. ചില വീഡിയോസിൽ ഞാൻ ഇടുമ്പോഴത്തേക്കും പേന വെച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാർക്കർ ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ നെക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.